ഏവർക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ തെനാലി രാമൻ്റെ നരബലി എന്ന കഥയുടെ ബാക്കിയായിട്ടാണ്. ഇവിടെ നല്ല മഴയാണ്. അവിടെ എങ്ങനെയാ? നിങ്ങൾക്കൊക്കെ നല്ല മഴയുണ്ടോ? എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം. പ്രാചീന ഭാരതത്തിൽ ചില കാടന്മാർ നരബലി നടത്തിയിരുന്നു. ഇന്നും ചില പ്രാകൃത ജനങ്ങൾ മനുഷ്യരെ കൊന്ന് ബലി നടത്തുന്ന വാർത്തകൾ പത്രങ്ങളിൽ കാണാം. വിജയനഗര സാമ്രാജ്യത്തിൽ കൃഷ്ണദേവരായരുടെ കാലത്ത് നരബലി നിഷിദ്ധമായിരുന്നുവെങ്കിലും ആളുകൾ അത് നടത്തി വന്നു. തെനാലി രാമൻ നരബലി നടത്താനും ഒരു എളുപ്പമാർഗം കണ്ടെത്തി. ആ കഥ ഇതാണ്. തുംഗഭദ്ര നദിക്ക് മുകളിൽ വിജയനഗര രാജാവ് ഒരു പാലം പണിതു. പണി കഴിയും മുമ്പേ പാലം ഒഴുകിപ്പോയി. പാലം ഒഴുകിപ്പോയതിന് കാരണം ഭൂതത്തിൻ്റെ കോപമാണ് എന്നൊരു വിശ്വാസം ജനങ്ങൾക്കിടയിൽ വളർന്നു വന്നു. പാലം പണിതാൽ ഭൂതം കോപിക്കും, ചിലർ പറഞ്ഞു. ഭൂതത്തെ തൃപ്തിപ്പെടുത്താൻ മനുഷ്യനെ കൊന്ന് ബലി നടത്തണം. നരബലി നടത്താഞ്ഞാൽ പാലം ഇനിയും ഒലിക്കും, ഒരു സന്യാസി അഭിപ്രായപ്പെട്ടു. ആ ദുഷ്ടനായ സന്യാസി ഇങ്ങനൊരു പ്രചരണം നടത്തി. അത് കേട്ട് കൃഷ്ണദേവരായർ ധർമ്മസങ്കടത്തിലായി. തുംഗഭദ്ര നദിയിൽ പാലം വേണം, അത് ഉറച്ചു നിൽക്കുകയും വേണം. പാലം ഉറയ്ക്കുന്നതിന് നരബലി നടത്തണമെന്ന് പറയുന്നതിൽ അദ്ദേഹത്തിന് വിശ്വാസമില്ല. രാജാവ് പ്രശ്നം തെനാലി രാമനോട് പറഞ്ഞു. പാലം ഉറയ്ക്കുന്നതിന് നരബലി കൂടിയേ തീരൂ എന്നുണ്ടെങ്കിൽ അങ്ങ് അത് നടത്തണം. തെനാലി രാമൻ ഉറപ്പിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജാവിൻ്റെ സങ്കടം ഇരട്ടിച്ചു. നിരപരാധികളെ വെട്ടിക്കൊന്ന് ഭൂതത്തെ പ്രസാദിപ്പിച്ച് തുംഗഭദ്ര നദിയിൽ പാലം കെട്ടാൻ നാം തയ്യാറല്ല. പാലം കെട്ടണം, രാജ്യപുരോഗതിക്ക് അത് കൂടിയേ തീരൂ. ഭൂതത്തെ പ്രസാദിപ്പിക്കാം, നരബലിയും നടത്താം. അതിനെല്ലാം വഴിയുണ്ട്. തെനാലി രാമൻ രാജാവിനെ സമാധാനിപ്പിച്ചു. എന്താണ് അതിനുള്ള മാർഗം? രാജാവിനെ കേൾക്കാൻ ധൃതിയായി. നമ്മുടെ രാജ്യത്ത് ഇടയ്ക്കിടെ കുറ്റവാളികൾക്ക് നാം വധശിക്ഷ വിധിക്കുന്നുണ്ട്. അവരുടെ ജീവൻ പൊതുജനക്ഷേമത്തിന് വേണ്ടി ബലികഴിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇനി മുതൽ അവരെ കൊല ചെയ്യുന്നത് എവിടെയെല്ലാം പാലങ്ങൾ പണിയുന്നുണ്ടോ അവിടെയെല്ലാം വെച്ച് മതിയെന്ന് തീരുമാനിക്കണം. അതോടെ പ്രശ്നം തീർന്നുവല്ലോ. തെനാലി രാമൻ രാജാവിന് മാർഗം വ്യക്തമാക്കി കൊടുത്തു. രാജാവിന് സമാധാനമായി. അദ്ദേഹം സന്തോഷിച്ചു. ഇത്രയും വിദഗ്ധമായ ഒരു ഉപദേശം തനിക്ക് നൽകിയതിന് രാജാവ് തെനാലി രാമന് 1000 പൊൻപണം സമ്മാനമായി നൽകി. നമുക്ക് സ്വത്തുണ്ടാകുമ്പോൾ അതിലൊരു ഭാഗം ഇല്ലാത്തവർക്ക് ദാനം ചെയ്യണം. ഇപ്പോൾ തെനാലി രാമന് ഈശ്വരകൃപ കൊണ്ട് വളരെ വീടുകളും ഭൂസ്വത്തുക്കളും ഉണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്തുകൂടെ? കൃഷ്ണദേവരായർ ഒരു ദിവസം തെനാലി രാമനോട് ചോദിച്ചു. ശരി തിരുമേനി. തിരുമേനി പറഞ്ഞത് വളരെ ശരിയാണ്. അടിയൻ നാളെ തന്നെ ഒരു വീട് ദാനം ചെയ്യുന്നതിന് ഏർപ്പാടുണ്ടാക്കാം. തെനാലി രാമൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് രാജാവിന് സന്തോഷമായി. തെനാലി രാമൻ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. രാമന് വാസ്തവത്തിൽ കൈവശം വന്നതൊന്നും വിട്ടുകളയാൻ താല്പര്യമില്ലായിരുന്നു. എങ്കിലും അദ്ദേഹം തനിക്കുള്ളതിൽ ഒരു വീടിൻ്റെ മുന്നിൽ പൊതുജനങ്ങൾക്ക് കാണാവുന്ന വിധം ഒരു ബോർഡ് തൂക്കിയിട്ടു. ഈ വീട് ദാനം ചെയ്യുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ആർക്കും ഈ വീട് സ്വന്തമായി നൽകുന്നതാണ്. അങ്ങനെയാണ് ബോർഡിൽ എഴുതിയിരുന്നത്. ആളുകൾ പലരും ബോർഡ് വായിച്ചു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആരും വീട് ആവശ്യപ്പെട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ അവിടെ എത്തി. സ്വാമി, അങ്ങ് ദാനം ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വീട് എനിക്ക് തരികയാണെങ്കിൽ ഉപകാരമായി. ബ്രാഹ്മണൻ തെനാലി രാമനോട് ആവശ്യപ്പെട്ടു. എന്താ, താങ്കൾക്ക് വീടില്ലേ? തെനാലി രാമൻ ചോദിച്ചു. വീടുണ്ട്, പക്ഷേ ചെറുതാണ്, പോരാത്തതിന് പഴയതുമാണ്. ബ്രാഹ്മണൻ വിശദീകരിച്ചു. താങ്കൾ എൻ്റെ ഈ വീടിൻ്റെ മുന്നിൽ എഴുതി വച്ചിരിക്കുന്ന ബോർഡ് വായിച്ചുവോ? ഉവ്. എന്താണ് എഴുതിയിരിക്കുന്നത്? ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവർക്ക് വീട് ദാനം ചെയ്യുമെന്ന്. താങ്കൾക്ക് ഉള്ളതുകൊണ്ട് തൃപ്തിയില്ലേ? ബ്രാഹ്മണൻ മറുപടി പറയാൻ വിഷമിച്ചു. ഉള്ളതുകൊണ്ട് തൃപ്തിയില്ലെന്ന് പറഞ്ഞാൽ തെനാലി രാമൻ തനിക്ക് വീട് തരില്ല. അതിനാൽ അയാൾ വേഗം പറഞ്ഞു, എനിക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിയാണ്. ഉള്ള വീട് കൊണ്ട് തൃപ്തിയാണ് അല്ലേ? അതെ, ബ്രാഹ്മണൻ ഉറപ്പിച്ചു പറഞ്ഞു. എങ്കിൽ താങ്കൾ എൻ്റെ വീട് ആവശ്യപ്പെടുന്നത് എന്തിനാണ്? തെനാലി രാമൻ്റെ അസ്ത്രം പോലുള്ള ചോദ്യം. പാവം ബ്രാഹ്മണൻ എളുപ്പനായി ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി അയാൾ മടങ്ങിപ്പോയി. പിന്നെ ആരും ആ വീട് ദാനമായി ചോദിച്ചു വരികയുണ്ടായില്ല. ഒരാളുടെ സ്വഭാവം മാറ്റാൻ പ്രയാസമാണ് എന്ന തത്വത്തെ സമർത്ഥിക്കാൻ ഒരു പഴഞ്ചൊല്ല് നാം ഉപയോഗിക്കാറുണ്ടല്ലോ. 12 കാലം കുഴലിലിട്ടാലും നായയുടെ വാല് വളഞ്ഞേ ഇരിക്കൂ.
നായയുടെ വാല് ആർക്കും നിവർത്താൻ കഴിയില്ലെന്ന് നാം പറയും. എന്നാൽ നായയുടെ വാലിൻ്റെ വളവ് തെനാലിരാമൻ നിവർത്തി. ആ കഥ ഇതാണ്. ഒരിക്കൽ കൃഷ്ണദേവരായർ 10 നായക്കുട്ടികളെ ദർബാർ ഹാളിൽ പ്രദർശിപ്പിച്ചു. ആ നായക്കുട്ടികളുടെ വാലിൻ്റെ വളവ് തീർക്കുന്നവർക്ക് 100 പൊൻപണം കൊടുക്കാമെന്ന് രാജാവ് പറഞ്ഞു. ആർക്കും അത് സാധിക്കില്ലെന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. എങ്കിലും പലരും നായക്കുട്ടികളെ വാങ്ങിക്കൊണ്ടുപോയി. 3 മാസം തികയുന്ന ദിവസം നായക്കുട്ടികളെ തിരികെ രാജാവിനെ കാണിക്കണം. നായക്കുട്ടിയെ കയ്യിൽ കിട്ടിയവർ കിട്ടിയ ദിവസം മുതൽ വാലിൽ വേരകൾ തുടങ്ങി. ഒന്നാമൻ തൻ്റെ നായക്കുട്ടിയുടെ വാലിൽ ഒരു കല്ല് കെട്ടിയിട്ടു. നായക്കുട്ടി കല്ല് വഹിച്ചുകൊണ്ട് നടപ്പായി. രണ്ടാമൻ കട്ടിയുള്ള ഇരുമ്പ് തകിട് കൊണ്ട് ഒരു കുഴലുണ്ടാക്കി നായയുടെ വാൽ അതിലിട്ടു. മൂന്നാമൻ വിദഗ്ധനായ ഒരു ഉഴിച്ചിൽക്കാരനെ കൊണ്ട് നായയുടെ വാൽ ദിവസവും ഉഴിച്ചിൽ നടത്തി. നാലാമൻ സമർത്ഥനായ ഒരു വൈദ്യനെ കൊണ്ട് വിലപിടിച്ച മരുന്നുകളുണ്ടാക്കി നായക്കുട്ടിയെ അത് പതിവായി സേവിപ്പിച്ചു. അഞ്ചാമൻ മന്ത്രവാദിയെ വരുത്തി നായയുടെ വാല് നിവരുന്നതിനുള്ള മന്ത്രങ്ങളും ജപങ്ങളും ചെയ്യിച്ച് ഭജനയിരുത്തി. ആറാമൻ കരുതിയത് നായ നല്ല തടി വെച്ചാൽ അതിൻ്റെ വാല് ഭാരം വെക്കുന്നത് മൂലം വളവ് നിവരുമെന്നാണ്. അതിനാൽ നായയ്ക്ക് പാലും വെണ്ണയും നെയ്യും എന്ന് വേണ്ട മറ്റു വിലപിടിച്ച ഭക്ഷണ പദാർത്ഥങ്ങളും മതിയാവോളം വാങ്ങിക്കൊടുത്തു. ഈ വിധത്തിൽ 9 ആളും പല വിധത്തിലുള്ള നഷ്ടങ്ങളും കഷ്ടങ്ങളും സഹിച്ചാണ് നായവാല് നിവർത്താൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. തെനാലിരാമൻ ഇതെല്ലാം മനസ്സിലാക്കി. അയാൾ നായയ്ക്ക് വേണ്ടി ഒരു പൈസ പോലും ചെലവാക്കിയില്ല. യാതൊരു ക്ലേശവും സഹിച്ചുമില്ല. തെനാലിരാമൻ തനിക്ക് കിട്ടിയ നായക്കുട്ടിയെ വെറുതെ കെട്ടിയിട്ടു. ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം അതിന് വല്ലതും കൊടുത്തു പോന്നു. തെനാലിരാമൻ്റെ നായക്കുട്ടി ദിവസേന ക്ഷീണിച്ചു വന്നു. അവസാനം നായക്കുട്ടികളെ രാജസന്നിധിയിൽ ഹാജരാക്കാനുള്ള ദിവസമായി. എല്ലാവരും നായക്കുട്ടികളെ ഹാജരാക്കി. പക്ഷേ 9 നായക്കുട്ടികളുടെയും വാൽ വളഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. അവസാനം തെനാലിരാമൻ തൻ്റെ നായക്കുട്ടിയെ ഹാജരാക്കി. തെനാലിരാമൻ്റെ നായക്കുട്ടിയുടെ വാൽ വളഞ്ഞിരുന്നില്ല. കാരണം അതിന് വാൽ ഉയർത്തുവാനോ വളച്ചു പിടിക്കുന്നതിനോ ഉള്ള ശേഷിയില്ലായിരുന്നു. രാജാവ് നായക്കുട്ടികളെ 10നെയും പരിശോധിച്ചു. തെനാലിരാമൻ്റെ നായക്കുട്ടിയുടെ വാൽ നിവർന്നിരിക്കുന്നത് അദ്ദേഹം കണ്ടു. പറഞ്ഞിരുന്നത് പോലെ തന്നെ 100 പൊൻപണം തെനാലിരാമന് രാജാവ് സമ്മാനിച്ചു. മറ്റുള്ളവരെല്ലാം തെനാലിരാമൻ്റെ ബുദ്ധിയെ വാഴ്ത്തി. ആ പട്ടി ചത്തു. പട്ടിണി കിടന്നാണ് അത് ചത്തത്. പട്ടിയെ പട്ടിണി കിട്ടത് തെനാലിരാമനാണല്ലോ. ആ തക്കത്തിന് തെനാലിരാമനെ വലയിൽ വീഴിക്കാൻ പൂജാരിമാർ ഒരു തന്ത്രം പ്രയോഗിച്ചു. മരണം മൂലം ശാന്തി കിട്ടാതെ പട്ടിയുടെ ആത്മാവ് അലഞ്ഞു നടക്കുന്നുണ്ടെന്ന് പൂജാരിമാർ ഒരു ശ്രുതി പരത്തി. പട്ടിയുടെ പ്രേതത്തെക്കുറിച്ച് ജനങ്ങളിൽ ഭയം വളർന്നു. ആ പ്രേതത്തെ അടക്കം ചെയ്യണമെന്ന് പൂജാരിമാർ തെനാലിരാമനോട് ആവശ്യപ്പെട്ടു. പൂജകൾ നടത്താനെന്ന് പറഞ്ഞ് തെനാലിരാമനിൽ നിന്ന് കുറേ പണം തട്ടിയെടുക്കാമെന്നാണ് പൂജാരിമാർ കരുതിയത്. പക്ഷേ പൂജാരിമാരുടെ കള്ളബുദ്ധി തെനാലിരാമന് മനസ്സിലായി. പൂജകൾ നടത്തി പട്ടിയുടെ പ്രേതത്തെ അടക്കം ചെയ്തുകൊള്ളൂ. എൻ്റെ കുതിരയെ ഞാൻ വിൽക്കുന്നുണ്ട്. നല്ല കുതിരയാണ്. അതിനെ വിറ്റ് കിട്ടുന്ന പണം നിങ്ങൾക്ക് തരാം. തെനാലിരാമൻ പൂജാരിമാർക്ക് വാക്കു കൊടുത്തു. പൂജാരിമാർക്ക് സന്തോഷമായി. കുതിരയ്ക്ക് 100 പൊൻപണം എങ്ങനെയായാലും വില കിട്ടുമല്ലോ. തങ്ങളുടെ തന്ത്രം വിജയിച്ചു എന്നവർ വിചാരിച്ചു. അവർ പോയി വട്ടം ഇരുന്ന് ചിരിച്ചു. പാവം തെനാലിരാമൻ, അയാൾ നമ്മുടെ വലയിൽ ശരിക്കും വീണു. ഒരു പൂജാരി പറഞ്ഞു. ഒരു പട്ടിയെ പട്ടിണി കിട്ടതിന് 100 പൊൻപണമാണ് അയാൾക്ക് രാജാവിൽ നിന്ന് പാരിതോഷികമായി കിട്ടിയത്. ആ തുക നമ്മുടെ കയ്യിലാകുന്ന സമയം ഇതാ വന്നു കഴിഞ്ഞു. മറ്റൊരു പൂജാരി ആഹ്ലാദത്തോടെ പറഞ്ഞു. അടുത്ത ദിവസം അവർ തെനാലിരാമനെയും നാട്ടുകാരെയും ബോധ്യപ്പെടുത്തുന്നതിന് എന്തോ ചില പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്നതായി കാണിച്ചു. പിന്നീട് പൂജയ്ക്കുള്ള പ്രതിഫലം ചോദിച്ച് തെനാലിരാമനെ അവർ സമീപിച്ചു. തെനാലിരാമൻ അതിനു മുമ്പ് ഇങ്ങനെ പരസ്യപ്പെടുത്തിയിരുന്നു. ഒരു കുതിരയെ വിൽക്കാനുണ്ട്. ഒരു ചെമ്പ് നാണയം മാത്രമേ വിലയുള്ളൂ. കുതിരയെ വാങ്ങുന്നവർ കൂടെ ഒരു ചവറ്റുകൊട്ട കൂടി വാങ്ങണം. എങ്കിൽ മാത്രമേ കുതിരയെ കൊടുക്കുകയുള്ളൂ. കൊട്ടയ്ക്ക് 100 പൊൻപണമാണ് വില. ഇതായിരുന്നു പരസ്യം. പൂജാരിമാർ പ്രതിഫലം ചോദിച്ചു വന്ന അതേ സമയത്തു തന്നെ കുതിരയുടെ കച്ചവടവും നടന്നു. കുതിരയെ വിറ്റുകിട്ടിയ ചെമ്പ് നാണയം തെനാലിരാമൻ പൂജാരിമാർക്ക് കൊടുപ്പിച്ചു. ചവറ്റുകൊട്ടയുടെ വിലയായ 100 പൊൻപണം തെനാലിരാമന് കിട്ടി. അത്യാഗ്രഹികളും അസൂയക്കാരുമായ പൂജാരിമാരെ അങ്ങനെ തെനാലിരാമൻ ഒരു പാഠം പഠിപ്പിച്ചു. യഥാർത്ഥത്തിൽ അവർക്ക് കുതിരയുടെ വില ലഭിച്ചില്ലല്ലോ. ഒരു ചെമ്പ് നാണയത്തിന്റെ മൂല്യം പോലും ഇല്ലാത്ത ചവറ്റുകൊട്ടയ്ക്ക് 100 പൊൻപണം വില വാങ്ങിയതിനാൽ കുതിരയുടെ യഥാർത്ഥ വില തെനാലിരാമന് തന്നെ ലഭിച്ചു എന്നതാണ് ഈ കഥയിലെ രസകരമായ വസ്തുത.
മുഗൾ ചക്രവർത്തി വിജയനഗര സാമ്രാജ്യം ആക്രമിക്കാൻ പടയൊരുക്കം നടത്തുന്നുണ്ടെന്ന് കൃഷ്ണദേവരായർ മനസ്സിലാക്കി. കൃഷ്ണദേവരായർ രാജ്യരക്ഷയ്ക്ക് വേണ്ട സന്നാഹങ്ങൾ ചെയ്തു. അദ്ദേഹം കുതിരപ്പടയുടെ ശക്തി വർദ്ധിപ്പിച്ചു. രാജാവ് ഏതാനും ചെറിയ കുതിരകളെ നാട്ടുകാരിൽ വിശ്വസ്തരായവർക്ക് വളർത്താൻ ഏൽപ്പിച്ചു. കുതിരയെ നോക്കുന്നവർക്ക് അതിൻ്റെ തീറ്റച്ചെലവിന് മാസം തോറും 15 വെള്ളി കൊടുക്കാൻ രാജാവ് ഏർപ്പാട് ചെയ്തിരുന്നു. രാജാവ് കുതിരയെ വളർത്താൻ കൊടുക്കുന്ന വിവരം കേട്ട് തെനാലിരാമനും രാജാവിനെ ചെന്ന് കണ്ട് ഒരു കുതിരയെ വാങ്ങി. തെനാലിരാമന് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്ന കാലമായിരുന്നു അത്. തെനാലിരാമൻ കുതിരയെ വീട്ടിൽ കൊണ്ടുപോയി പുറത്തുള്ള ഒരു മുറിയിലാക്കി. ആ മുറിക്കുണ്ടായിരുന്ന പ്രവേശന ദ്വാരം അദ്ദേഹം ഭിത്തി കെട്ടി അടച്ചു. ഭിത്തിക്ക് ഒരു ദ്വാരം ഇട്ട് അതിലൂടെയാണ് തെനാലിരാമൻ കുതിരയ്ക്ക് തീറ്റ കൊടുത്തിരുന്നത്. കുതിരത്തീറ്റയ്ക്ക് വേണ്ടി രാജാവ് നൽകിയിരുന്ന 15 വെള്ളി മനുഷ്യരുടെ തീറ്റയ്ക്ക് വേണ്ടിയാണ് തെനാലിരാമൻ ഉപയോഗപ്പെടുത്തി വന്നത്. രാജ്യത്തിലെ പണം ഭൂരിഭാഗവും രാജ്യരക്ഷയ്ക്കുള്ള സന്നാഹത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിരുന്നതിനാൽ ഭക്ഷ്യസാധനങ്ങൾക്ക് പോലും വലിയ വിലയായിരുന്നു. അതുകൊണ്ട് തെനാലിരാമൻ കുതിരയ്ക്ക് ഒരു ചെമ്പ് തൊട്ടിനുള്ള തീറ്റ പോലും വാങ്ങിക്കൊടുത്തതുമില്ല. കുതിര ചാകാതിരിക്കട്ടെ എന്ന് കരുതി അയാൾ ഒരു പിടി ഉണക്കപ്പുല്ല് ദിവസേന കുതിരയ്ക്ക് കൊടുത്തു വന്നു. ഏതാനും മാസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. എല്ലാ കുതിരകളെയും അരമനയിൽ ഹാജരാക്കണമെന്ന് രാജാവ് ഉത്തരവിട്ടു. എല്ലാവരും കുതിരകളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുചെന്നു. എന്നാൽ തെനാലിരാമൻ മാത്രം കുതിരയെ ഹാജരാക്കിയില്ല. തൻ്റെ കുതിരയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരിക എളുപ്പമല്ലെന്ന് രാജാവിനോട് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ രാജാവ് കുതിരകളുടെ സേനാധിപനെ തെനാലിരാമൻ്റെ കുതിരയെ കൊണ്ടുവരാൻ പറഞ്ഞയച്ചു. എത്ര കുഴപ്പം പിടിച്ച കുതിരയെയും കൊണ്ടു നടക്കാൻ കഴിവുള്ള ആളായിരുന്നു ആ താടിക്കാരനായ സേനാധിപൻ. ആ അശ്വസേനാധിപൻ തെനാലിരാമൻ്റെ വീട്ടിലെത്തി. രാമൻ കുതിരയുടെ മുറി അയാൾക്ക് കാണിച്ചു കൊടുത്തു. മുറിയുടെ ഭിത്തിക്കുള്ള ദ്വാരത്തിലൂടെ അദ്ദേഹം നോക്കി. കുതിരയ്ക്ക് ഉണക്കപ്പുല്ല് കൊടുക്കുക പതിവുള്ള സമയത്താണ് സേനാധിപൻ ദ്വാരത്തിലൂടെ നോക്കിയത്. അശ്വസേനാധിപൻ്റെ താടി ദ്വാരത്തിലൂടെ കണ്ടപ്പോൾ വിശന്നു വലഞ്ഞ ആ കുതിര അത് തനിക്കുള്ള ഉണക്കപ്പുല്ലാണെന്ന് തെറ്റിദ്ധരിച്ച് താടിമീശ കടിച്ചു വലിക്കാൻ തുടങ്ങി. മീശ വിട്ടുകിട്ടാൻ സേനാധിപൻ വളരെ പരിശ്രമിച്ചെങ്കിലും അതിൽ അയാൾ വിജയിച്ചില്ല. അവസാനം ആരൊക്കെയോ ഓടിക്കൂടി ഒരു കത്തി കൊണ്ടുവന്ന് സേനാധിപൻ്റെ താടി വെട്ടി അദ്ദേഹത്തെ കുതിരയുടെ വായിൽ നിന്നും രക്ഷപ്പെടുത്തി. അവസാനം ആ മുറിത്താടിക്കാരൻ ഭിത്തി പൊളിച്ച് കുതിരയെ പുറത്ത് കടത്തി അതിനെ രാജസന്നിധിയിൽ ഹാജരാക്കി. ഈ കുതിരയെ ഇങ്ങനെ പട്ടിണിക്കിട്ടതെന്തിന്? രാജാവ് തെനാലിരാമനെ ചോദ്യം ചെയ്തു. അടിയൻ അതിനൊരു പിടി ഉണക്കപ്പുല്ല് ദിവസവും കൊടുക്കാറുണ്ട്. അത്രയും കുറവാഹാരം കൊടുത്തിട്ട് പോലും ഇത്ര വലിയ അക്രമം ഈ കുതിര ചെയ്തുവെങ്കിൽ അതിന് സമൃദ്ധമായി ഭക്ഷണം കൊടുത്താലുള്ള ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് തിരുമേനി ചിന്തിച്ചു നോക്കൂ. തെനാലിരാമൻ്റെ മറുപടി. തെനാലിരാമൻ്റെ മറുപടി രാജാവിന് തൃപ്തികരമായി തോന്നിയില്ല. അപ്പോൾ രാമൻ തുടർന്നു. മനുഷ്യർ ഈ നാട്ടിൽ പട്ടിണി കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുതിരയ്ക്ക് മൃഷ്ടാന്ന ഭോജനം കൊടുക്കുന്നത്. തെനാലിരാമൻ്റെ ഈ പരാമർശം കേട്ട രാജാവിന് വിവേകമുദിച്ചു. അദ്ദേഹം യുദ്ധകാര്യങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചിരുന്ന തുക വെട്ടിക്കുറച്ച് ജനക്ഷേമത്തിന് വേണ്ടി കൂടുതൽ പണം ഉപയോഗപ്പെടുത്താൻ ഉത്തരവിട്ടു. ഭരണത്തിൽ വന്ന പാളിച്ച ചൂണ്ടിക്കാട്ടിയതിന് തെനാലിരാമന് രാജാവ് പാരിതോഷികം നൽകുകയും ചെയ്തു. രാജസദസ്സിൽ കലാമേള നടക്കുകയാണ്. കുച്ചിപ്പുടിയിൽ നിന്നൊരു നൃത്തസംഘം എത്തിയിട്ടുണ്ട്. കലാപരിപാടിയുടെ വിവരം രാജാവ് തെനാലിരാമനിൽ നിന്ന് മനഃപൂർവ്വം മറച്ചുവെച്ചു. കുച്ചിപ്പുടിക്കാരുടെ നൃത്യങ്ങൾക്കിടയ്ക്ക് തെനാലിരാമൻ വല്ല കുഴപ്പവും ഒപ്പിച്ചേക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അതിനാൽ അയാളെ പരിപാടി അറിയിക്കരുതെന്ന് രാജാവ് ഭടന്മാരോടും കാവൽക്കാരോടും പ്രത്യേകം ചട്ടം കെട്ടി. നൃത്തം ആരംഭിച്ചു. രാജാവും രാജ്ഞിമാരും മന്ത്രിമാരും സേനാ നായകന്മാരും നൃത്തം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. തെനാലിരാമന് അകത്തു കടക്കണമെന്ന് അതിയായ ആഗ്രഹം. സ്വാമി, നൃത്തം നടക്കുന്ന വിവരം അങ്ങയെ അറിയിക്കരുതെന്നാണ് തിരുമേനി ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ വിവരം പുറത്തുവിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തല കാണില്ല, കാവൽക്കാരിൽ ഒരുവൻ തെനാലിരാമനോട് പറഞ്ഞു. അറിയിക്കരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അകത്ത് വിടരുതെന്ന് തിരുമേനി കൽപ്പിച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തെനാലിരാമൻ അകത്ത് കടക്കാൻ പുറപ്പെട്ടു. 2 ഭടന്മാർ അദ്ദേഹത്തെ തടഞ്ഞു. തെനാലിരാമനെ അകത്ത് വിടില്ലെന്ന് അവർ ശഠിച്ചു. തെനാലിരാമൻ ഭടന്മാരിൽ ഒരാളെ അടുത്ത് വിളിച്ച് താൻ അകത്ത് ചെന്നാൽ തിരുമേനി തനിക്ക് കാര്യമായ പാരിതോഷികം തരുമെന്നും അതിൽ പാതി അയാൾക്ക് കൊടുക്കാമെന്ന് സ്വകാര്യമായി പറഞ്ഞു. അയാൾക്ക് സന്തോഷമായി. അടുത്തതായി 2ാമത്തെ കാവൽ ഭടനെ വിളിച്ച് അയാളോടും ഇത് തന്നെ പറഞ്ഞു. തന്നെ അകത്ത് കടത്തിവിട്ടാൽ ചക്രവർത്തി തരുന്ന സമ്മാനത്തിൽ നിന്നും പാതി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അയാളും സന്തോഷിച്ചു. അഴിമതിക്കാരായ ആ 2 ഭടന്മാരുടെ ഒത്താശയോടെ രാമൻ അകത്ത് കയറി.
തെനാലിരാമന്റെ ആഗമനം കണ്ട് രാജാവ് കോപിച്ചു. എങ്കിലും അദ്ദേഹം പരിപാടി വീക്ഷിച്ചുകൊണ്ടിരുന്നു. പരിപാടി അത്ര കേമമൊന്നുമല്ല. അതിനാൽ രാജാവ് അതെങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു. ശ്രീകൃഷ്ണന്റെ കഥയാണ് അവിടെ കളിച്ചിരുന്നത്. കുളിക്കാനിറങ്ങിയ ഗോപസ്ത്രീകൾ അഴിച്ചു വെച്ചിരുന്ന വസ്ത്രങ്ങൾ ഒരുവൻ മോഷ്ടിക്കുന്ന രംഗമാണ് തെനാലിരാമൻ കണ്ടത്. ഉടനെ കയ്യിൽ കിട്ടിയ ഒരു വടിയുമെടുത്ത് രാമൻ സ്റ്റേജിൽ കയറി ആ നടന്റെ തലമണ്ടയ്ക്ക് 2 അടി കൊടുത്തു. അയാൾ അയ്യോ എന്ന് ഉറക്കെ നിലവിളി തുടങ്ങി. ഉടനെ ആരോ കർട്ടനിട്ടു. അങ്ങനെ ആ മുഷിപ്പൻ പരിപാടി അവസാനിച്ചു. തെനാലിരാമന്റെ പ്രഹരത്തോടുകൂടി കുച്ചിപ്പുടി സംഘം വിജയനഗരത്തിലെ പരിപാടി അവസാനിപ്പിച്ച് മടങ്ങി. രാജാവ് തെനാലിരാമനെ വിളിച്ച് ചോദ്യം ചെയ്തു. അപ്പോൾ തെനാലിരാമൻ കൂസലില്ലാതെ പറഞ്ഞു, അടിയനടിച്ചത് കളവ് ചെയ്തവനെയാണ്. കളവ് ചെയ്യുകയോ? അവൻ കൃഷ്ണന്റെ രംഗം കളിക്കുകയായിരുന്നില്ലേ? രാജാവ് വ്യക്തമാക്കി. എങ്കിൽ അടിയൻ ചെയ്തത് തെറ്റായിപ്പോയി. അടിയന് അതിനുള്ള ശിക്ഷ തന്നുകൊള്ളൂ. ശിക്ഷ അടിയൻ തന്നെ നിശ്ചയിക്കാം. അടിയന് തൂണിൽ കെട്ടിയിട്ട് 24 അടി ശിക്ഷയെ തരണം. തെനാലിരാമൻ അഭ്യർത്ഥിച്ചു. തൂണിൽ കെട്ടി 24 പ്രഹരമോ? രാമൻ എന്താണ് ചോദിക്കുന്നത്? കുച്ചിപ്പുടി സംഘത്തിന്റെ കലാപരിപാടികൾ മോശമായിരുന്നു. തെനാലിരാമന്റെ പ്രഹരം കൊണ്ട് അവരുടെ പരിപാടി കഴിഞ്ഞു കിട്ടിയതിൽ നമുക്ക് സന്തോഷമേയുള്ളൂ. അതിന് നാം ശിക്ഷയല്ല, സമ്മാനമാണ് താങ്കൾക്ക് തരാൻ പോകുന്നത്. ശിക്ഷയായാലും സമ്മാനമായാലും അടിയന് 24 അടി മതി, തെനാലിരാമൻ നിർബന്ധിച്ചു. എന്താ തെനാലിരാമന് തല്ല് വേണമെന്ന് ഇത്ര നിർബന്ധം? രാജാവിന് ജിജ്ഞാസയായി. അതെല്ലാം പിന്നെ പറയാം. തിരുമേനി, ആദ്യം 24 അടി തരാമെന്ന് വാക്ക് തരൂ. ശരി, നാം ഉത്തരവായിരിക്കുന്നു. തെനാലിരാമനെ കെട്ടിയിടാൻ കയറും അടിക്കാനുള്ള ചാട്ടവാറും തയ്യാറാക്കി ഭടന്മാർ ഇരുവശത്തും വന്ന് നിൽപ്പായി. തിരുമേനി, അടിയന് കിട്ടുന്ന സമ്മാനം അങ്ങ് ഇവിടെ ഏർപ്പെടുത്തിയ കാവൽക്കാരായ ഇരുവർക്കും അവകാശപ്പെട്ടതാണ്. കാരണം കിട്ടുന്നതിൽ പാതി വീതം അവർക്ക് നൽകാമെന്ന് അടിയൻ വാക്കു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വാക്കു കൊടുത്തതിന് ശേഷമേ അടിയനെ അവർ അകത്തേക്ക് വിട്ടുള്ളൂ. അതുകൊണ്ട് അടിയന് അങ്ങ് തരാമെന്ന് പറഞ്ഞ 24 പ്രഹരം അങ്ങയുടെ കാവൽ ഭടന്മാർക്ക് പകുതി വീതം നൽകാൻ അടിയൻ അപേക്ഷിക്കുന്നു. എന്ത്? വേലി തന്നെ വിളവ് തിന്നുകയോ? നമ്മുടെ കാവൽ ഭടന്മാർ അഴിമതിക്കാരും അത്യാഗ്രഹികളുമാണെന്നോ? അവർക്ക് 50 അടി വീതം കൊടുക്കാൻ നാം ഇതാ ഉത്തരവിടുന്നു, രാജാവ് ദൃഢസ്വരത്തിൽ പറഞ്ഞു. അഴിമതിക്കാരെ കണ്ടുപിടിച്ചതിന് രാജാവ് തെനാലിരാമന് ഒരു പണക്കിഴി നൽകുകയും ചെയ്തു. സ്ത്രീകളുടെ വസ്ത്രം കട്ടവരെ തെനാലിരാമൻ തല്ലിയ രംഗം നല്ലൊരു കലാപരിപാടിയായെന്നും തിരുമേനി ചിരിച്ചുകൊണ്ട് സദസ്സിൽ പറഞ്ഞു. അത് കേട്ട സദസ്യരും തെനാലിരാമനെ പുകഴ്ത്തി. ഒരിക്കൽ വിജയനഗരത്തിലെങ്ങും എലികളുടെ ശല്യം വർദ്ധിച്ചു. എലികൾ പെരുകിയാൽ ക്ഷാമം വരുമെന്നത് സാമാന്യ നിയമമാണ്. ഭക്ഷ്യധാന്യങ്ങൾ മുഴുവൻ എലികൾ തിന്നു തീർക്കുക കാരണം വിജയനഗരത്തിൽ ഭക്ഷ്യക്കമ്മി അനുഭവപ്പെട്ടു തുടങ്ങി. എലികളെ നശിപ്പിക്കാൻ എന്ത് ചെയ്യണം? പൂച്ചകളെ വളർത്തണം. കൃഷ്ണദേവരായർ 1000 പൂച്ചകളെ വരുത്തി. ഓരോ വീടിനും ഓരോ പൂച്ച വീതം അദ്ദേഹം നൽകി. അവയ്ക്ക് പാൽ വാങ്ങിക്കൊടുക്കാൻ പണവും കൊടുത്തു. തെനാലിരാമനും വാങ്ങി ഒരു പൂച്ചയെ. പാലിന് പണവും കിട്ടി. രാമൻ പൂച്ചയെ വീട്ടിൽ കൊണ്ടുചെന്നു. പൂച്ച പാൽ കുടിക്കാതെയും വളരും. മനുഷ്യർ ഈ നാട്ടിൽ പാല് കുടിക്കാതെയാണ് വളരുന്നത്. രാജാവ് തന്ന പൈസ കൊണ്ട് നമുക്ക് നമ്മുടെ മകന് പാല് വാങ്ങിക്കൊടുക്കാം, തെനാലിരാമൻ ഭാര്യയോട് പറഞ്ഞു. പൂച്ച പാല് കട്ടുകുടിക്കും, ഭാര്യയോട് താക്കീത്. കട്ടുകുടിക്കുമെന്നോ? എങ്കിലത് നിർത്താനൊരു വഴിയുണ്ട്, തെനാലിരാമൻ ഭാര്യയെ സമാധാനിപ്പിച്ചു. തെനാലിരാമൻ പൂച്ചക്കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്ന ദിവസം പാലും വാങ്ങിക്കൊണ്ടുവന്നു. ഒരു തുള്ളി പാല് പോലും പൂച്ചയ്ക്ക് അപ്പോൾ അദ്ദേഹം കൊടുത്തില്ല. അത് അടുപ്പിൽ വെച്ച് നന്നായി തിളപ്പിച്ചു. തിളപ്പിച്ച പാൽ പൂച്ചക്കുഞ്ഞിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു. പൂച്ചക്കുഞ്ഞ് പാൽ തൊടുന്നില്ല. ആവി പറക്കുന്ന പാൽ കണ്ട് അത് പേടിച്ചിരിക്കുകയാണ്. തെനാലിരാമൻ പൂച്ചക്കുഞ്ഞിനെ പിടിച്ച് അതിൻ്റെ ചുണ്ട് ആ തിളച്ച പാലിൽ മുക്കി. പൂച്ചക്കുഞ്ഞിൻ്റെ ചുണ്ട് പൊള്ളി. തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും മറയ്ക്കും എന്നാണല്ലോ ചൊല്ല്. തെനാലിരാമൻ്റെ പൂച്ച പിന്നീട് ഒരിക്കലും പാൽ കുടിക്കാൻ തുനിഞ്ഞിട്ടില്ല. പാൽ കണ്ടാൽ പൂച്ച ഓടി ഒളിക്കും. അങ്ങനെ രാമൻ പൂച്ചയെ പാൽ കുടിക്കാത്ത ജീവിയാക്കി മാറ്റി. വീട്ടിൽ വാങ്ങുന്ന പാൽ തൻ്റെ മകന് കൊടുത്ത് അവനെ ആരോഗ്യവാനാക്കി മാറ്റുക എന്ന സൽക്കർമ്മവും രാമൻ ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞു. രാജാവ് എല്ലാവരോടും പൂച്ചക്കുഞ്ഞുങ്ങളെ രാജധാനിയിൽ ഹാജരാക്കാൻ ആജ്ഞാപിച്ചു. എല്ലാവരും പൂച്ചകളെ ഹാജരാക്കി. എല്ലാവരുടെയും പൂച്ചകൾ പാല് കുടിച്ച് നന്നായി കൊഴുത്ത് തടിച്ചിരിക്കുന്നു. എന്നാൽ രാമൻ്റെ പൂച്ച മാത്രം മെലിഞ്ഞിരിക്കുന്നു. എന്താ രാമ, ഈ പൂച്ച ചടച്ചിരിക്കുന്നുവല്ലോ. താങ്കൾ ഇതിന് പാൽ കൊടുക്കാറില്ലേ? തിരുമേനി, മനുഷ്യരൊരു തുള്ളി പാല് കുടിക്കാൻ കൊതിക്കുന്ന ഈ നാട്ടിൽ പൂച്ചയെ ആരാണ് പാല് കൊടുത്ത് വളർത്തുക? രാമൻ്റെ മറുചോദ്യം. തെനാലിരാമൻ പറഞ്ഞത് കാര്യമാണെങ്കിലും രാജാവിന് ദേഷ്യം വന്നു. അദ്ദേഹം ചോദിച്ചു, അപ്പോൾ താങ്കൾക്ക് നാം തന്ന പണം ദുർവിനിയോഗം ചെയ്തു അല്ലേ? അയ്യോ തിരുമേനി,
ദുർവിനിയോഗം ഒന്നും ചെയ്തില്ല. അങ്ങ് തന്ന പണം കൊണ്ട് അടിയൻ പാല് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അടിയൻ്റെ പൂച്ച പാല് കുടിക്കാത്ത പൂച്ചയായതുകൊണ്ട് ആ പാല് മുഴുവൻ അടിയൻ്റെ മകൻ കുടിച്ചു തീർക്കേണ്ടതായി വന്നു എന്നേയുള്ളൂ, തെനാലിരാമൻ വിനയത്തോടെ പറഞ്ഞു. രാജാവ് വിട്ടില്ല. അദ്ദേഹം ചോദിച്ചു, പാല് കുടിക്കാത്ത പൂച്ചയുണ്ടോ ഈ രാജ്യത്ത്? താങ്കൾ കള്ളം പറയുകയാണ് രാമ. താങ്കളുടെ പൂച്ച പാല് കുടിക്കുകയില്ലെന്ന് തെളിഞ്ഞാൽ താങ്കൾക്ക് 100 സ്വർണ്ണ നാണയം നാം നൽകുന്നതാണ്. മറിച്ച് പൂച്ച പാല് കുടിച്ചാൽ താങ്കൾക്ക് ചാട്ടവാർ കൊണ്ട് 100 അടിയും. എന്താ, സമ്മതമാണോ? ശരി തിരുമേനി, തെനാലിരാമൻ സമ്മതം മൂളി. ഒരു സേവകൻ പാല് കൊണ്ടുവന്ന് പൂച്ചയുടെ മുന്നിൽ വെച്ചു. പൂച്ച ഓട്ടം തുടങ്ങി. സേവകൻ പിടിച്ചു നിർത്തിയിട്ടും ആ പൂച്ച പാൽ ഒന്ന് മണത്ത് നോക്കുക പോലും ഉണ്ടായില്ല. അങ്ങനെ തെനാലിരാമൻ വീണ്ടും വിജയിച്ചു. സമ്മാനവും കിട്ടി. തെനാലിരാമൻ പിന്നീട് താൻ പൂച്ചയെ പാൽ കുടിക്കാതിരിക്കാൻ എങ്ങനെ പരിശീലിപ്പിച്ചെടുത്തു എന്ന് രാജാവിനെ പറഞ്ഞു കേൾപ്പിച്ചു. അത് കേട്ട് രാജാവ് ചിരിച്ചു. രാമനും ചിരിച്ചു. അദ്ദേഹം രാമൻ്റെ ബുദ്ധിയെ പ്രശംസിച്ചു. ഇനിയും അദ്ദേഹത്തിൻ്റെ കഥ നമുക്ക് വിവരിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത പാർട്ടിൽ പറയാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.